ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന മെയിൻ എക്സാമിനുള്ള കറണ്ട് അഫെയർ, അതായത് ടോപ്പ് 100 MCQ കറണ്ട് അഫെയർസ് ആണ്. അതിന്റെ പാർട്ട് 7 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ പാർട്ടിലും 100 ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിന്റെ പാർട്ട് 7 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: India's first national dolphin research center, titled as National Dolphin Research Center, that NDRC, is all to be constructed in which state? Appa Dolphin Research Center, the National Dolphin Research Center, evideyanu construct cheyyunnathu ennaanu choichirikkunnathu. The right answer is ബീഹാർ. ബീഹാറിലാണ് എന്തുള്ളത്? ഡോൾഫിൻ റിസർച്ച് സെന്റർ. അപ്പൊ ഡോൾഫിൻ എവിടെയാണ്? ഇന്ത്യയിലെ ഡോൾഫിൻ എവിടെയാണ്? ബീഹാറിലാണ് എന്ന് ചേർത്ത് പഠിക്കുക. ക്ലൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിലെ ഡോൾഫിൻ എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് അൺവെയിൽഡ് വൺ ഓഫ് ദി world's largest floating solar panel farms, which can produce enough electricity to power its 5 water treatment plants, quadrupling its solar energy production by 2025? Appo world's largest floating solar panel farm, one of the world's largest floating solar panel farms, അത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിച്ചു നോക്കണ്ട, നമുക്ക് അതൊരു ക്ലൂവോട് കൂടിയിട്ട് പഠിക്കാം. അതായത് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഫാംസ്, അതായത് ഫ്ലോട്ടിംഗ് സോളാർ, ഒഴുകി നടക്കുന്ന സോളാർ എന്നുള്ള രസകരമായിട്ട് പഠിക്കാം. സിംഗപ്പൂരിലാണ് എന്ന് ചേർത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ സോളാർ പാനലുകൾ ഒഴുകി നടക്കുന്നത് സിംഗപ്പൂരിലാണ്. സംഭവം എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോണം. വിച്ച് കൺട്രി? സിംഗപ്പൂർ ഹാസ് അൺവീൽഡ് one of the world's largest floating solar panel farms, which can produce enough electricity to power its 5 water treatment plants, quadrupling its solar energy production by 2025. അതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. So let's go to third question. Prime Minister Narendra Modi has recently inaugurated International Cooperation and Convention Center Rudraksh in which city? അപ്പൊ എന്താണ് രുദ്രാക്ഷ്? ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ ആണ് രുദ്രാക്ഷ്. അപ്പൊ അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏത് സിറ്റിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് വാരണാസി. അപ്പൊ രുദ്രാക്ഷ് എവിടെയാണ്? വാരണാസിയിലാണ്. എന്താണ് രുദ്രാക്ഷ്? ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ ആണ് രുദ്രാക്ഷ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്? വാരണാസിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. Finance Minister Nirmala Sitharaman has launched Bheem UPI service in which neighboring country recently? അപ്പൊ ഏത് നെയ്ബർ കൺട്രിയിലാണ് ഭീം UPI സർവീസ് നിർമ്മല സീതാരാമൻ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ഭൂട്ടാനിലാണ്. അപ്പം ഇന്ത്യയിൽ ഭീം UPI ഇപ്പം നിലവിലുണ്ട്. അപ്പൊ അതെവിടേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതിന്റെ സർവീസുകള് ഭൂട്ടാനിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ഭീം UPI സർവീസ് ഭൂട്ടാനിലേക്കും കൂടി എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസാണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഭീം UPI ഇനി എവിടെയും കൂടി ഉണ്ട്? ഭൂട്ടാനിലും കൂടിയുണ്ട്. സോ എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ഫിഫ്ത് ക്വസ്റ്റ്യൻ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The Indian Academy of Highway Engineers (IAHE) has signed an agreement with University of New South Wales, Australia, to set up a Center for Advanced Transportation Technology and Systems at which place? എന്താണ്? ഇന്ത്യൻ അക്കാഡമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയിലുള്ള ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു അഡ്വാൻസ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി സെന്റർ നിർമ്മിക്കുന്നു. എവിടെയാണ് അത് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് നോയിഡ. നോയിഡയിലാണ് ആ സെന്റർ സ്ഥാപിക്കുന്നത്. നമുക്കിത് മറ്റൊരു ന്യൂസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസിലൊന്നായിരുന്നു, നോയിഡയിലാണ് ആദ്യമായിട്ട്, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ആദ്യമായിട്ട് ഡ്രൈവർലെസ് കാർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയാണ്. അപ്പൊ അതിന്റെ സെന്ററും എവിടെ തന്നെയാണ്? നോയിഡയിൽ തന്നെയാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് തിങ്സ്, ഇന്ത്യൻ അക്കാഡമി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ്
ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു 6th question. RBI has barred which of these global card players from onboarding new domestic customers on its network? അപ്പൊ എന്താണ്, പുതിയ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നതിൽ നിന്നും RBI ആരെയാണ് ബാർ ചെയ്തതെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മാസ്റ്റർ കാർഡ്. അപ്പൊ മാസ്റ്റർ കാർഡിനെയാണ് ബാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ RBI മാസ്റ്റർ കാർഡിനെ ബാർ ചെയ്തു. ബട്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് മാസ്റ്റർ കാർഡിനെ ബാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസണും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first ever grain dispensing ATM, grain dispense സാധാരണ ക്യാഷ് ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഗ്രെയിൻ വരുന്നു ATM-ൽ നിന്ന്. അപ്പൊ ഇന്ത്യ ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ വിച്ച് സിറ്റി? അത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഗുരുഗ്രാമിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് ഗ്രെയിൻ ഡിസ്പെൻസിങ് ATM, പണത്തിന് പകരം ഗ്രെയിൻ വരുന്ന ATM എവിടെയാണുള്ളത്? ഗുരുഗ്രാമിലാണുള്ളത്. ഓക്കെ, ഗുരുഗ്രാമിലാണ് ഫസ്റ്റ് എവർ ഗ്രെയിൻ ഡിസ്പെൻസിങ് ATM സെറ്റപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Raksha Mantri Rajnath Singh has launched an artificial intelligence powered grievance management application in New Delhi that was developed by Ministry of Defense with the help of whom? അപ്പൊ എന്താണ്, രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്ത് ലോഞ്ച് ചെയ്തു? ഒരു AI പവേർഡ് ഗ്രീവാൻസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ന്യൂഡൽഹിയിൽ ഒരു AI പവേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ഗ്രീവാൻസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ഇനി ഇത് ഡെവലപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരുടെ ഹെൽപ്പുമായിട്ട് എടുത്തിട്ടാണ്? IIT കാൺപൂറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ IIT കാൺപൂറും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൂടി ചേർന്ന് ന്യൂഡൽഹിയിൽ എന്ത് ലോഞ്ച് ചെയ്തു? AI പവേർഡ് ഗ്രീവാൻസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. അത് ലോഞ്ച് ചെയ്തത് ആരാണ്? രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഓക്കെ, രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bandaru Dattatreya has been sworn in as the 18th governor of which state? അപ്പൊ പേരോർത്തിരിക്കുക. Bandaru Dattatreya has been sworn in as 18th governor, 18ാമത്തെ ഗവർണർ ആണ്. ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഹരിയാനയുടെ. ഓക്കെ, അപ്പൊ ഹരിയാനയുടെ 18ാമത്തെ ഗവർണറാണ് ആര്? ബന്ദാരു ദത്താത്രേയ. ബന്ദാരു ദത്താത്രേയ പേരോർത്തിരിക്കുക. ഹരിയാനയുടെ ഗവർണറാണ് ബന്ദാരു ദത്താത്രേയ. 18ാമത്തെ ഗവർണറാണ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Northern Eastern Railway Authorities, ഇതാണ് NER, have renamed the Manduadi railway station as Benares railway station. Okay, Benares railway station, very important news. Appo Manduadi railway station Benares railway station ennu rename ചെയ്തു. ആര്? Northern Eastern Railway Authorities. So where it is located? എവിടെയാണ് ഈ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ചോദ്യം. വാരണാസിയിലാണ്. അപ്പൊ എവിടെയാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ? വാരണാസിയിലാണ്. ന്യൂസ് എന്താണ്? മാൻഡുവാദി റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ത്? ബനാറസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് റീനെയിം ചെയ്തത്. അതാരാണ് റീനെയിം ചെയ്തത്? നോർത്തേൺ ഈസ്റ്റേൺ റെയിൽവേ അതോറിറ്റീസ് ആണ്. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? വാരണാസിയിലാണ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The trilateral tabletop exercise TTX 2021 was held recently among the top defense officials in virtual format. Which country was not the participant of the exercise? അപ്പം TTX 2021 എന്നുള്ള ഒരു ട്രൈലാറ്ററൽ എക്സർസൈസ്. അപ്പൊ ഇത് നടന്നു എന്നാണ് പറയുന്നത്. among the top defense officials in virtual format. Which country was not the participant? അപ്പൊ എന്താണ്? TTX 2021ന്റെ പാർട്ടിസിപ്പന്റ് അല്ലാത്ത കൺട്രി ഏതാണ് എന്നാണ് ചോദ്യം. ഓസ്ട്രേലിയയാണ് പാർട്ടിസിപ്പന്റ് അല്ലാത്ത കൺട്രി. അപ്പോ ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഇന്ത്യ, മാൽഡീവ്സ്, ശ്രീലങ്ക. അപ്പൊ ഇതാണ് TTX. ഇന്ത്യയും മാൽഡീവ്സും ശ്രീലങ്കയും കൂടിയിട്ടാണ് TTX 2021 ട്രൈലാറ്ററൽ ടേബിൾ ടോപ്പ് എക്സസൈസ് നടന്നത്. അതിൽ അംഗമല്ലാത്തതാരാണ്? ഓസ്ട്രേലിയയാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Name the digital platform launched by the government for the farmers to enable them in getting right information at the right time in their desired language. അപ്പൊ എന്താണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആർക്ക് വേണ്ടിയിട്ട് ഫാർമേഴ്സിന് വേണ്ടിയിട്ട് എന്തിന് റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ കിട്ടാൻ അതും അവരുടെ ഡിസയേർഡ് ലാംഗ്വേജിൽ കിട്ടാനായിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം കിസാൻ സാരഥി എന്നാണ് അതിന്റെ പേര് കിസാൻ സാരഥി അതാണ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഫാർമേഴ്സിന് വേണ്ടി റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഡിസൈഡ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതിന്റെ പേരാണ് കിസാൻ സാരഥി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 13th question. ബൊണാലു ഈസ് ആൻ ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ബൊണാലു എന്ന് പറയുന്ന ഒരു ആനുവൽ ഫെസ്റ്റിവൽ അത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ആണ് എന്നാണ് ചോദ്യം. തെലങ്കാന. ഓക്കെ, ബൊണാലു മീൻസ് തെലങ്കാന. നമുക്ക് രസകരമായിട്ട് പഠിക്കാം. അവരുടെ എല്ലാ ഭാഷയിലെയും അവര് ഭാഷയെ അനുകരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ ലൂ ചേർത്താണ് പറയാറ്. അപ്പൊ ആ ലൂ ചേർക്കുന്നതാണ് ബൊണാലു. അപ്പൊ ലൂ ചേർത്ത് പറയുന്നത് ഏത് ലാംഗ്വേജിലാണ്? ആന്ധ്രാപ്രദേശിന്റെ ലാംഗ്വേജിലാണ്. അപ്പം തെലുഗു ആണ് ലാംഗ്വേജ് പറയുന്നത്. അപ്പൊ ആ ഒരു ലാംഗ്വേജ് ആന്ധ്രാപ്രദേശിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് എന്ത്? തെലങ്കാന എന്ന് പറയുന്നത്. അപ്പൊ ബൊണാലു എന്ന് പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് വൈസ് ആന്ധ്രാപ്രദേശ് തോന്നും, ബട്ട് ആന്ധ്രാപ്രദേശ് അല്ല, തെലങ്കാനയാണ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ബൊണാലു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽ ആണ്? തെലങ്കാനയുടെ ഫെസ്റ്റിവൽ ആണ് എന്ത്? ബൊണാലു എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ക്ലൂ മാത്രമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state has unveiled the electric bike taxi scheme? Electric bike taxi scheme to ensure affordable first and last mile connectivity in the capital city and other states in the state, other cities in the state recently. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം? ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് കർണാടക. കർണാടകയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരു ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഒരു ഫീൽഡിൽ ടെനന്റും അതേപോലെ തന്നെ കസ്റ്റമറും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, ടെനന്റും ഓണറും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നത് ആരാണ്? കർണാടക തന്നെയാണ്. അപ്പൊ അവിടെ തന്നെയാണ് എന്ത് ഈ ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം ഉള്ളത്. ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം ആരാണ് ലോഞ്ച് ചെയ്തത്? കർണാടകയാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who becomes the fastest batsman to notch up 14 ODI centuries, reaching the milestone in 81 innings? 81 ഇന്നിംഗ്സിൽ നിന്ന് 14 ODI സെഞ്ചുറി, ഫാസ്റ്റസ്റ്റ് 14 ODI സെഞ്ചുറി നേടിയ ബാറ്റ്സ്മാൻ ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ബാബർ ആസം. ഈസ് പ്ലേയിങ് ഫോർ പാകിസ്ഥാൻ. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ബാബർ ആസം ആണ് ദ ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ ടു നോച്ച് അപ്പ് 14 വൺ ഡേ ഇന്റർനാഷണൽ, അതാണ് ODI, one day international centuries, reaching the milestone in 81 innings. But who is that? Babar Azam of Pakistan. Okay, so let's go to next question. Which state government has launched the new electric vehicle policy 2021? നേരത്തെ ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം പറഞ്ഞു, ഇതല്ല, ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ടു ആക്സലറേറ്റ് ദ അഡോപ്ഷൻ ഓഫ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ദ കൺട്രി. അപ്പൊ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് അഡോപ്ഷനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മഹാരാഷ്ട്ര. അപ്പൊ ഇലക്ട്രിക് ബൈക്ക് ടാക്സി കൊണ്ടുവന്നത് കർണാടകയും ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി കൊണ്ടുവന്നത് മഹാരാഷ്ട്രയുമാണ്. കണക്ട് ചെയ്ത് പഠിക്കാം. സോ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The world's first onshore commercial modular small reactor is being constructed by which country? World's first, ലോകത്തിലെ ആദ്യത്തെ onshore commercial modular small reactor, commercial modular small reactor is being constructed by which country? ചൈനയാണ്. ഓക്കെ, ഇപ്പൊ ചൈനയാണ്. ചൈനയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? കണ്ടുപിടുത്തങ്ങളുടെ ആശാൻ എന്നാണ്, അല്ലെ? അവിടെയാണ് സ്മാർട്ട് ഫോൺസ്, പുതിയ പുതിയ സ്മാർട്ട് ഫോൺസ്, അഫോർഡബിൾ സ്മാർട്ട് ഫോൺ, ചീപ്പ് സ്മാർട്ട് ഫോൺ, സ്മോളസ്റ്റ് സ്മാർട്ട് ഫോൺ, ഇതെല്ലാം എവിടെയാണുള്ളത്? ചൈനയിലാണ്. അവിടെ തന്നെയാണ് അപ്പൊ എന്തുള്ളത്? സ്മോളസ്റ്റ് റിയാക്ടർ, കൊമേഴ്ഷ്യൽ മോഡുലാർ സ്മോളസ്റ്റ് റിയാക്ടർ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? ചൈന തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The management control of the Mumbai International Airport, MIAL.
Management control of the Mumbai International Airport has been taken over by which company? ഏത് കമ്പനിയാണ് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് കൺട്രോൾ ഏറ്റെടുത്തത്? അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ അദാനി എന്ത് അക്വയർ ചെയ്തു? മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് അക്വയർ ചെയ്തു. അക്വയർ ചെയ്തു എന്നല്ല, ശരിക്കും നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. മാനേജ്മെന്റ് കൺട്രോൾ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ള രീതിയിലാണ്. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് കൺട്രോൾ ആരാണ് ടേക്ക് ഓവർ ചെയ്തത്? അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡ് ആണ്. ഓക്കെ, so let's go to next question. Which state government has announced a 10% reservation for the Kapu community and other economically weaker sections for appointments in the initial post and services in the state government in accordance with the Constitution 103rd Amendment Act 2019? അപ്പോൾ കാപ്പു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആന്ധ്രാപ്രദേശ് ഓർമ്മ വരണം. ഓക്കെ, കാപ്പു കമ്മ്യൂണിറ്റി ആന്ധ്രാപ്രദേശ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കുത്താനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് എ 10% റിസർവേഷൻ. കാപ്പു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അവരുടെ ഗവൺമെന്റ് ജോബിൽ 103rd അമെൻമെന്റ് ആക്ട് 2019 പ്രകാരം 10% റിസർവേഷൻ ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ആണ് ഏത്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, കാപ്പു കമ്മ്യൂണിറ്റി ആന്ധ്രാപ്രദേശ്. കാപ്പു കമ്മ്യൂണിറ്റി ആന്ധ്രാപ്രദേശ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first port taxi will begin service from which city of the country? Port taxi will begin service from which city of the country? അപ്പോൾ port taxi എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഡ്രൈവർലെസ് കാർ. ഓക്കെ, അതെവിടെയാണ്? നോയിഡയിലാണ്. നേരത്തെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ സെന്ററിന്റെ കാര്യം പറഞ്ഞു, അതും എവിടെയാണ്? നോയിഡയിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ടാക്സി വിൽ ബിഗിൻ സർവീസ് ഫ്രം വിച്ച് സിറ്റി ഓഫ് ദ കൺട്രി? നോയിഡ. അപ്പൊ നോയിഡയിൽ നിന്നാണ് എന്ത്? ഫസ്റ്റ് പോർട്ട് ടാക്സി സർവീസ് ബിഗിൻ ചെയ്യുന്നത്. പോർട്ട് ടാക്സി മീൻസ് ഡ്രൈവർലെസ് കാർ. ഓക്കെ, സോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who represented and chaired the 7th edition of BRICS Labor and Employment Ministers meeting from India? അപ്പം 7ാമത്തെ എഡിഷൻ ഇതിന്റെ ബ്രിക്സിന്റെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ റെപ്രസെന്റേഷൻ, അതേപോലെ തന്നെ റെപ്രസെന്റഡ് ആൻഡ് ചെയർഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, റെപ്രസെന്റഡ് ആൻഡ് ചെയർഡ്. ഹു റെപ്രസെന്റഡ് ആൻഡ് ചെയർഡ്? ഭൂപേന്ദർ യാദവ് റെപ്രസെന്റഡ് ആൻഡ് ചെയർഡ്. പേരോർത്ത് നോക്കുക, ഭൂപേന്ദർ യാദവ് ആണ് ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ. എന്തിനാണ്? ബ്രിക്സിന്റെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിലാണ് ഭൂപേന്ദർ യാദവ് റെപ്രസെന്റ് ചെയ്തത്. അദ്ദേഹം ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ആണ്. ഓക്കെ, so let's go to next question. With which entity has the Ministry of Earth Science signed MOU to enhance cooperation in the area of polar biology? പോളാർ ബയോളജിയുടെ ഏരിയയിൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഏത് എന്റിറ്റിയുമായിട്ടാണ് MOU സൈൻ ചെയ്തത് എന്നാണ് ചോദ്യം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുമായിട്ടാണ്. അപ്പൊ പോളാർ ബയോളജിക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസും, ബയോടെക്നോളജിയും എർത്ത് സയൻസുമാണ്. ഓക്കെ, പോളാർ ബയോളജിക്ക് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും കൂടിയാണ് കോപ്പറേഷന് വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തത്. പോളാർ ബയോളജിയാണ്, ബയോടെക്നോളജിയും എർത്ത് സയൻസും ആണ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക. ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിസി, എ ബിസിനസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ് ബിസി? ഒരു ബിസിനസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. പാർട്ട്നേഴ്സ് വിത്ത് വിച്ച് ബാങ്ക് ഫോർ ബാങ്കിങ് സൊല്യൂഷൻ? ബിസി ഏത് ബാങ്കുമായിട്ടാണ് ടൈപ്പിൽ വന്നതെന്നാണ് ചോദ്യം. ICICI ബാങ്കുമായിട്ടാണ്. ICICI രസകരമായിട്ട് നമുക്ക് പഠിക്കാം. ICICI ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഭയങ്കര ബിസി ആയിരിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ICICI ബാങ്കിൽ പോയാൽ എല്ലാവരും അവിടെ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ ബിസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അവർ ഏത് ബാങ്കുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നത്? ICICI ബാങ്കുമായിട്ടാണ്. ഓക്കെ, ICICI ബാങ്കുമായിട്ട് ഒരുപാട് ന്യൂസുകളുണ്ട്. എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. So let's go to next question. Which state government has launched a campaign മാതൃ കവചം? മാതൃ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരാണ്? കേരളയാണ്. ഓക്കെ, മാതൃ കവചം എന്താണ്? ടു വാക്സിനേറ്റ് all pregnant women in the state against COVID-19 infection which was inaugurated at the district level recently. അപ്പൊ എന്താണ് മാതൃ കവചം? എന്താ അത്? ടു വാക്സിനേറ്റ് ഓൾ പ്രഗ്നന്റ് വുമൺ ഇൻ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ എല്ലാ പ്രഗ്നന്റ് വുമനെയും വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ക്യാമ്പയിൻ ആണ് മാതൃ കവചം എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്? കേരള ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. മാതൃ കവചം ലോഞ്ച് ചെയ്ത ആരാണ്? കേരള ഗവൺമെന്റ് ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
which payments bank has launched pay to contacts, pay contact in a pay cheyan. Okay, which payment bank has launched pay to contact, which allows customers to initiate a UPI payment by selecting the receiver's mobile number from their phone book. ഫോൺ ബുക്കിൽ നിന്നൊരു റിസീവറിനെ സെലക്ട് ചെയ്ത് ആ കോണ്ടാക്ടിന് പേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലോഞ്ച് ചെയ്തത് ഏത് പേയ്മെന്റ് ബാങ്ക് ആണ് എന്നാണ് ചോദ്യം. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് എന്താണ് ലോഞ്ച് ചെയ്തത്? പേ ടു കോൺടാക്ട്സ് ഫെസിലിറ്റി ആണ്. കോൺടാക്റ്റിന് ഡയറക്റ്റ് അവരുടെ നമ്പർ സെലക്ട് ചെയ്ത് പേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among these airports has signed a shareholder agreement with Noida International Airport Limited for the development of Jewar Airport? അപ്പൊ ജവഹർ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആരുമായിട്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തതെന്നാണ് ചോദ്യം. സൂറിച്ച് എയർപോർട്ടുമായിട്ടാണ്. ഓക്കെ, അപ്പം നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടും സൂറിച്ച് എയർപോർട്ടും കൂടിയിട്ടാണ് ജവഹർ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടൈപ്പിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോയിഡയും സൂറിച്ചും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Indian Navy recently received the first batch of 2 MH-60R multi-role helicopters. Okay, MH-60R multi-role helicopters from the US Navy. അപ്പൊ ഇന്ത്യൻ നേവി എന്ത് റിസീവ് ചെയ്തു? US നേവിയുടെ കയ്യിൽ നിന്ന് MH-60R multi-role helicopters റിസീവ് ചെയ്തു. How many such helicopters will be procured by India as per the deal signed for the same? അപ്പൊ അങ്ങനെ എത്ര ഹെലികോപ്റ്റേഴ്സ് ആണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24 ഹെലികോപ്റ്റേഴ്സ് ആണ്. അപ്പൊ MH-60R multi-role ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ നേവി US നേവിയുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ എത്ര ഹെലികോപ്റ്റേഴ്സ് ആണ് ഇന്ത്യ പ്രൊക്വയർ ചെയ്യുന്നത്? 24 ഹെലികോപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state government will soon introduce the one block one product scheme? One block one product scheme എന്ന് പറയാം. one block one product scheme. ഓർത്തിരിക്കുക, ഞാൻ പറയുന്നത് സ്ട്രെസ് ചെയ്യുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ one block one product scheme which state government will soon introduce to encourage and promote small industries in rural areas. Rural areas ഉള്ള small industries-നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ഹരിയാന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പം വൺ ബ്ലോക്ക്, ഹരിയാനയിൽ ഒരൊറ്റ ബ്ലോക്ക് ആണ് എന്ന് പഠിക്കുക. ഓക്കെ, ഹരിയാനയിൽ ഒരൊറ്റ ബ്ലോക്ക് ആണ്. അപ്പം വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ആരാണ് ലോഞ്ച് ചെയ്തത്? ഹരിയാനയാണ്. എന്തിനാണെന്നുള്ളത് ഓർത്തിരിക്കുക. ടു പ്രൊമോട്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ ദ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ലോഞ്ച് ചെയ്തത് ആരാണ്? ഹരിയാന ഗവൺമെന്റ് ആണ്. ഓക്കെ, so let's go to next question. Which tech giant company recently announced to acquire RiskIQ, a San Francisco based provider for cyber security services including malware and spyware monitoring and mobile app security? അപ്പൊ RiskIQ നെ അക്വയർ ചെയ്തത് ഏത് ടെക് ജയന്റ് കമ്പനി ആണെന്നാണ് ചോദ്യം. മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് എന്തിനെ അക്വയർ ചെയ്തു? RiskIQ നെ അക്വയർ ചെയ്തു. എന്താണ് RiskIQ? മാൽവെയർ ആൻഡ് സ്പൈവെയർ മോണിറ്ററിംഗ് ആൻഡ് മൊബൈൽ ആപ്പ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈബർ സെക്യൂരിറ്റി സർവീസ് ആണ്. സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് സൈബർ സെക്യൂരിറ്റി സർവീസ് ആണ് എന്ത്? RiskIQ. RiskIQ-നെ അക്വയർ ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. The researchers of which IIT has developed an artificial intelligence based mathematical model called NB Driver. Okay, NB Driver to identify cancer causing alterations in cell. അപ്പൊ എന്താണ്? ഏത് IIT-ലെ റിസർച്ചേഴ്സ് ആണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് മാത്തമാറ്റിക്കൽ മോഡൽ NB Driver ഡെവലപ്പ് ചെയ്തത്? എന്തിന്? ടു ഐഡന്റിഫൈ ക്യാൻസർ കോസിംഗ് ഓൾട്ടറേഷൻസ് ഇൻ സെൽ. സെല്ലിലെ ക്യാൻസർ കോസിംഗ് ഓൾട്ടറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ NB Driver എന്ന ഒരു മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്തത് ഏത് IIT ആണ്? IIT മദ്രാസ് ആണ്. ഓക്കെ,
അപ്പം IIT മദ്രാസിന് ഇനി ക്യാൻസർ ഐഡന്റിഫിക്കേഷൻ നടത്താം എന്നൊക്കെ വേണമെങ്കിൽ രസകരമായിട്ട് പഠിക്കാം. IIT മദ്രാസിന് ഇനി ക്യാൻസർ ഐഡന്റിഫിക്കേഷൻ നടത്താം. അപ്പൊ എന്താണ് സംഭവം? NB ഡ്രൈവർ ആണ് സംഭവം. അപ്പൊ NB ഡ്രൈവർ എവിടെയാണ്? IIT മദ്രാസിലാണ്. NB ഡ്രൈവർ എന്താണ്? ആ സെല്ലിലെ ക്യാൻസർ കോസിംഗ് ഓൾട്ടറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി IIT മദ്രാസ് ഡെവലപ്പ് ചെയ്ത ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് എന്ത്? NB ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has won the best documentary award in Cannes 2021? Okay, അപ്പൊ കാനസ് എന്ന് പറയുന്ന ഒരു അവാർഡാണ്. അപ്പൊ കാനസ് അവാർഡ് 2021 ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. പായൽ കപ്പാഡിയ ആണ് ആൻസർ. ഓക്കെ, പായൽ കപ്പാഡിയ. അപ്പൊ കാനസ് അവാർഡ് ഡോക്യുമെന്ററി അവാർഡ് കിട്ടിയത് ആർക്കാണ്? പായൽ കപ്പാഡിയ ആണ്. കാനസ് 2021 ബെസ്റ്റ് ഡോക്യുമെന്ററി അവാർഡ് കിട്ടിയത് ആർക്കാണ്? പായൽ കപ്പാഡിയക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു വർക്കിനാണ്. അതിവിടെ ഉണ്ട്. എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഡോക്യുമെന്ററി. എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്നാണ്. ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം അതേപോലെ. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ചെസ്, ഹു വൺ ദ സ്പാർക്കസൺ ട്രോഫി 2021 ഹെൽഡ് ഇൻ ഡോട്ട്മണ്ട്, ജർമ്മനി? ഇപ്പൊ ജർമ്മനിയിലെ ഡോട്ട്മണ്ടിൽ വെച്ച് നടന്ന സ്പാർക്കസൺ ട്രോഫി, ചെസ് ആണത്, സ്പാർക്കസൺ ട്രോഫിയിൽ ചെസ്സിൽ ജയിച്ചത് ആരാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് വൺ ആൻഡ് ഓൺലി വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, അപ്പം ജർമ്മനിയിലെ ഡോട്ട്മണ്ടിൽ നടന്ന സ്പാർക്കസൺ ട്രോഫി ആർക്കാണ് കിട്ടിയത്? വിശ്വനാഥൻ ആനന്ദിനാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ministry of Electronics and Information Technology has inked a MOU with whom to enable the map services in Umang app in order to ease the lives of citizens. അപ്പൊ എന്താണ്? മെയ്റ്റി എന്ന് പറയും. അതാണ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അവരൊരു MOU സൈൻ ചെയ്തു. ആരുമായിട്ട്? എന്തിനാണ്? ടു എനേബിൾ ദ മാപ്പ് സർവീസസ് ഇൻ ഉമാങ് ആപ്പ്. ഉമാങ് ആപ്പിലെ മാപ്പ് സർവീസസ് എനേബിൾ ചെയ്യാനായിട്ട്. അതെന്തിനാണ്? ഇൻ ഓർഡർ ടു ഈസ് ദ ലൈഫ് ഓഫ് സിറ്റിസൻസിന്റെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉമാങ് ആപ്പിലെ മാപ്പ് സർവീസസ് എനേബിൾ ചെയ്യാനായിട്ട് മെയ്റ്റി, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി MOU സൈൻ ചെയ്തത് ആരുമായിട്ടാണ്? മാപ്പ് മൈ ഇന്ത്യയുമായിട്ടാണ്. ഓക്കെ, അപ്പം ഉമാങ് ആപ്പുമായിട്ട് മെയ്റ്റി സൈൻ ചെയ്തത് ആരുമായിട്ടാണ്? മാപ്പ് മൈ ഇന്ത്യയുമായിട്ടാണ്. ഓക്കെ, അപ്പൊ മെയ്റ്റിയും മാപ്പ് മൈ ഇന്ത്യയുമായിട്ടാണ് MOU സൈൻ ചെയ്തത്. അത് ഉമാങ് ആപ്പിലെ മാപ്പ് സർവീസസ് എനേബിൾ ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is not part of the Quad group formed for the Afghanistan peace process? അപ്പൊ അഫ്ഗാനിസ്ഥാൻ പീസ് പ്രോസസ്സിന് വേണ്ടി ഒരു ക്വാഡ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തായിരുന്നു. ആ ക്വാഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ക്വാഡ് ഗ്രൂപ്പിലെ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വാഡ് ഗ്രൂപ്പ്? USA, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അതിന്റെ കൂടെ USA കൂടി ചേർന്നാണ് ആ ക്വാഡ് ഗ്രൂപ്പ്. അപ്പൊ അതിൽ അംഗമല്ലാത്തത് ആരാണ്? ഇന്ത്യയാണ്. അതെന്തിനാണ്? അഫ്ഗാനിസ്ഥാൻ പീസ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ അഫ്ഗാനിസ്ഥാൻ എന്തായാലും ഉണ്ട്. ദെൻ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ, തെറ്റിപ്പോയത്, ഒരുപാട് സ്ഥാനിൽ അവസാനിക്കുന്ന രാജ്യങ്ങളുണ്ട്. കസാഖിസ്ഥാൻ ഉണ്ട്, കിർഗിസ്ഥാൻ ഉണ്ട്. അപ്പൊ അതൊന്നും തെറ്റിപ്പോരുത്. ഉസ്ബെക്കിസ്ഥാനും പാകിസ്ഥാനുമാണ്. ഓക്കെ, വേണമെങ്കിൽ AUP എന്ന് പഠിക്കാം. AUP, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അതിന്റെ കൂടെ USA കൂടി ചേരുന്നതാണ് ആ ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the chairman of ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ? IAMAI എന്ന് പറയും. ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് സഞ്ജയ് ഗുപ്ത. ഇപ്പൊ സഞ്ജയ് ഗുപ്ത ആണ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. ഗൂഗിൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ് ആര്? സഞ്ജയ് ഗുപ്ത. ഗൂഗിൾ ഇന്ത്യയുടെ VPയും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറുമാണ് സഞ്ജയ് ഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൂഗിൾ ക്ലൗഡ് ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് സെക്കൻഡ് ക്ലൗഡ് റീജിയൻ ഇൻ ഇന്ത്യ ഇൻ വിച്ച് പ്ലേസ്? അപ്പൊ ഗൂഗിൾ ക്ലൗഡ് അവരുടെ സെക്കൻഡ് ക്ലൗഡ് റീജിയൻ, ഇന്ത്യയിലെ സെക്കൻഡ് ക്ലൗഡ് റീജിയൻ ലോഞ്ച് ചെയ്തു. അതെവിടെയാണെന്നാണ് ചോദ്യം. ഡൽഹി NCR. അപ്പൊ ഡൽഹി NCRലാണ് എന്ത്? ഗൂഗിൾ ക്ലൗഡിന്റെ
second cloud region in India. അപ്പൊ second cloud region ആണ്. second cloud region എവിടെയാണ്? ഡൽഹി NCR ലാണ്. അത് ഗൂഗിളിന്റെ cloud region ആണ്. Okay. So let's go to next question. What is the new official name given to the High Court of the UT of Jammu and Kashmir and Ladakh? അപ്പം ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക് യുടിയുടെ ഹൈക്കോർട്ടിന്റെ പുതിയ നെയിം എന്താണെന്നാണ് ചോദ്യം. ഹൈക്കോർട്ട് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക്. ഓർഡർ ഓർത്തിരിക്കുക, ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക്. ചിലപ്പോൾ തിരിച്ചൊക്കെ ചോദിക്കാം, ലഡാക്ക് ആൻഡ് ജമ്മു ആൻഡ് കശ്മീർ എന്നൊക്കെ ചോദിക്കാം. തിരിഞ്ഞു പോരുത്, ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക്. ഹൈക്കോർട്ട് ഓഫ് ജെ ആൻഡ് കെ ആൻഡ് എൽ അങ്ങനെയാണ്. ഓക്കെ, ജെ ആൻഡ് കെ ആൻഡ് എൽ, ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which film has won the Palme d'Or Award? Palme d'Or Award. PALME എന്നാണ് Palme d'Or Award. ഏത് ഫിലിമിനാണ് ലഭിച്ചത്? അറ്റ് ദ കാനസ് ഫിലിം ഫെസ്റ്റിവൽ. കാനസ് ഫിലിം ഫെസ്റ്റിവലില് Palme d'Or അവാർഡ് ലഭിച്ച ഫിലിം ഏതാണ്? ടൈറ്റൻ ആണ്. ഓക്കെ, TITANE അതാണ് സ്പെല്ലിംഗ്, ടൈറ്റൻ. അതെങ്ങനെ വേണേ വായിക്കാം. അപ്പോൾ Palme d'Or അവാർഡ് ലഭിച്ചത് ടൈറ്റൻ ആണ്. Palme d'Or അവാർഡ്, Palme d'Or അവാർഡ് ലഭിച്ചത് ടൈറ്റൻ ആണ്. അത് കാനസ് ഫിലിം ഫെസ്റ്റിവലിലെ Palme d'Or അവാർഡ് ആണ് ആർക്ക് ലഭിച്ചത്? ടൈറ്റൻ ഫിലിമിന് ലഭിച്ചത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഇവിടെ ലിസ്റ്റ് ഓഫ് അവാർഡ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിക്കണേ വായിച്ചു നോക്കാം. Palme d'Or അവാർഡ്, ഗ്രാൻഡ് പ്രീ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ജൂറി പ്രൈസ്, ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഷോർട്ട് ഫിലിം. ഇത്രയും അവാർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 Indian organizations have bagged the Equator Prize 2021. The biennial award is presented by which organization? അപ്പൊ Equator Prize, 2 Indian organizations have bagged the Equator Prize. Equator Prize 2 Indian organizations-ന് കിട്ടി. ആ അവാർഡ് ആരാണ് പ്രസന്റ് ചെയ്തതെന്നാണ് ചോദ്യം. UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. UNDP ആണ് ഈ ഇക്വേറ്റർ പ്രൈസ് പ്രസന്റ് ചെയ്യുന്നത്. അത് 2 ഇന്ത്യൻ ഓർഗനൈസേഷൻസിന് അവാർഡ് കിട്ടി എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 2 ഇന്ത്യൻ ഓർഗനൈസേഷനൊക്കെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പ്രൈസ് മണി ഇവിടെ കൊടുത്തിട്ടുണ്ട്, $10,000 ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been chosen for the Olympic laurel to be presented at the Tokyo Olympics Game 2021? അപ്പൊ ഒളിമ്പിക് ലോറൽ ആയിട്ട് ടോക്കിയോ ഒളിമ്പിക്സ് ഗെയിംസ് 2021 ഒളിമ്പിക് ലോറൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ആരെയാണ് സെലക്ട് ചെയ്തതെന്നാണ് ചോദ്യം. മുഹമ്മദ് യൂനസിനെയാണ് സെലക്ട് ചെയ്തത്. എന്ത്? ഒളിമ്പിക് ലോറൽ ആയിട്ട് അറ്റ് ടോക്കിയോ ഒളിമ്പിക്സ് ഗെയിംസ് 2021. ബംഗ്ലാദേശ് നോബൽ പ്രൈസ് വിന്നർ ആണ് ആര്? മുഹമ്മദ് യൂനസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇപ്പൊ മുഹമ്മദ് യൂനസിനെയാണ് ഒളിമ്പിക് ലോറൽ ആയിട്ട് ടോക്കിയോ ഗെയിംസിൽ ഒളിമ്പിക് ലോറൽ ആയിട്ട് സെലക്ട് ചെയ്തത് മുഹമ്മദ് യൂനസിനെയാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദി ബുക്ക് ടൈറ്റിൽഡ് ദ ഇന്ത്യ സ്റ്റോറി? ഇന്ത്യ സ്റ്റോറി എന്നുള്ള ബുക്കിന്റെ ഓഥർ ആരാണെന്നാണ് ചോദ്യം. ബിമൽ ജലാൻ ആണ്. ഓക്കെ, അപ്പൊ ബിമൽ ജലാന്റെ ബുക്കാണ് ഇത്, ദ ഇന്ത്യ സ്റ്റോറി. അപ്പൊ ഇന്ത്യയെ പറ്റിയിട്ട് കഥ എഴുതിയത് ആരാണ്? ബിമൽ ജലാൻ ആണ്. ഇന്ത്യയെ പറ്റി കഥ എഴുതിയത് ആരാണ്? ബിമൽ ജലാൻ ആണ്. അതാണ് ദ ഇന്ത്യ സ്റ്റോറി, ബിമൽ ജലാൻ. ഞാൻ പറയുന്ന ക്ലൂസ് ആണ്, സ്ട്രെസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ വിന്നർ ഓഫ് ദി ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2021 ആർക്കാണ് കിട്ടിയത്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. മെഴ്സിഡസ് ആണ് അദ്ദേഹത്തിന്റെ സ്പോൺസർ. അപ്പൊ മെഴ്സിഡസ് ഉണ്ട്, ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഈ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത്. ഓർത്തു വെക്കുക, ലൂയിസ് ഹാമിൽട്ടൺ, ഗ്രേറ്റ് ബ്രിട്ടൻ മെഴ്സിഡസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രേറ്റ് ബ്രിട്ടൻ മെഴ്സിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടൺ തന്നെ. അപ്പൊ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വേറെ ആർക്കും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ സ്വർൺ ഇൻ ആസ് ദി 22nd ഗവർണർ ഓഫ് മിസോറാം അറ്റ് രാജ്ഭവൻ ഇൻ ഐസ്വാൾ? അപ്പോ എന്താ, മിസോറാമിന്റെ 22nd ഗവർണർ ആയിട്ട് സ്വർൺ ഇൻ ആയത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? കംഭംപതി ഹരിബാബു. കംഭംപതി ഹരിബാബു ആണ് മിസോറാമിന്റെ 22ാമത്തെ ഗവർണർ. കംഭംപതി ഹരിബാബു ആണ് മിസോറാമിന്റെ 22ാമത്തെ ഗവർണർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Stand Up India scheme is a loan scheme to encourage entrepreneurship among scheduled caste,
ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് വുമൻ ബോറോവേഴ്സ്. അപ്പൊ എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം? അതെന്താണ്? ഒരു ലോൺ സ്കീമാണ്. ആരെ എൻകറേജ് ചെയ്യാൻ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് വുമൻ ബോറോവേഴ്സ് ഇവരെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ലോൺ സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ദ ഗവൺമെന്റ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ സ്കീം അപ് ടു വിച്ച് ഇയർ? ഒരു ഏത് വർഷം വരെയാണ് ഈ ഒരു ലോൺ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം. 2025 വരെയാണ്. അപ്പൊ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് വരെയുണ്ട്? 2025 വരെ ഉണ്ട്. അതൊരു ലോൺ സ്കീമാണ്. ആരെ എൻകറേജ് ചെയ്യാനാണ്? SC ST വുമൻ ബോറോവേഴ്സിനെ എൻകറേജ് ചെയ്യാനാണ് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്നുള്ള ഈ ലോൺ സ്കീം ഉള്ളത്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ദ ADB, Asian Development Bank, what is the projected GDP growth rate for India financial year 22? അപ്പൊ 2021-22 വർഷത്തെ ADBയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ, GDP ഗ്രോത്ത് പ്രൊജക്ഷൻ എത്രയാണ്? 10%. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഗ്രോത്ത് പ്രൊജക്ഷൻ എത്രയാണ്? 10%. ഓർത്തോക്കാൻ എളുപ്പമാണ്. ADBയുടെ 10% ഗ്രോത്ത് പ്രൊജക്ഷൻ ആണ് ഫൈനാൻഷ്യൽ ഇയർ 2021-22 ഉള്ളത്. ഓക്കെ, സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state of India has become the first to announce issuance of educational documents to students of educational institution using blockchain technology? blockchain technology ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻസിന് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്യാൻ അനൗൺസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്രയാണ് ദ ഫസ്റ്റ് ടു അനൗൺസ് ഇഷ്യൂവൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ടു സ്റ്റുഡൻസ്. എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് സ്റ്റുഡൻസിന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി കൊടുക്കാനായിട്ട് മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് അത് അനൗൺസ് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the new FDI limit in the pension fund management under national pension system? അപ്പോൾ പുതിയ FDI ലിമിറ്റ് എന്തില്? പെൻഷൻ ഫണ്ട് മാനേജ്മെന്റിലുള്ള പുതിയ FDI ലിമിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. 74%. 49% അത് 74% ഇൻക്രീസ് ചെയ്തു. അതാണ് പുതിയ FDI ലിമിറ്റ്. ഓക്കെ, അപ്പൊ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റിന്റെ പുതിയ FDI ലിമിറ്റ് എത്രയാണ്? 74%. ഓക്കെ, so let's go to next question. The S-500 air defense missile systems is a surface to air missile which was successfully test fired by which country recently? Appo S-500 air defense missile system adoru surface to air missile aanu. അത് ഏത് കൺട്രി ആണ് ടെസ്റ്റ് ഫയർ ചെയ്തതെന്നാണ് ചോദ്യം. റഷ്യ ആണ്. ഓക്കെ, അപ്പൊ S-500 ആരുടെയാണ്? റഷ്യയുടെയാണ്. S-500 ആരുടെയാണ്? റഷ്യയുടെയാണ്. റഷ്യയാണ് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തത്. അതൊരു സർഫസ് ടു എയർ മിസൈൽ ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first green hydrogen plant is planned to be set up by Indian Oil Corporation in which city? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഏത് സിറ്റിയിലാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ്? മഥുരയിലാണ്. ഓക്കെ, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ്? മഥുരയിലാണ്. അപ്പൊ മഥുരയിൽ ചെന്നാൽ ഗ്രീൻ ഹൈഡ്രജൻ കിട്ടും. മഥുരയിൽ ചെന്നാൽ ഗ്രീൻ ഹൈഡ്രജൻ കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്തു പഠിക്കുക. അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കുക. ഓക്കെ, ഗ്രീൻ ഹൈഡ്രജൻ ഒരു ഫ്യൂവൽ ആണ് അല്ലെ? ഹൈഡ്രജന്റെ ഒരു ഫ്യൂവൽ ആണ്. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് അത് പ്ലാൻ ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അത് മഥുരയിലാണ് എന്നുള്ളതും സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. Okay, so let's go to next question. The residents of Kunaria village, residents of Kunaria village has set up a unique Balika Panchayat to work towards addressing female adolescents issues of the girls, by the girls, for the girls. The village is in which state? അപ്പൊ എന്താണ് ഒരു ബാലിക പഞ്ചായത്ത് സെറ്റപ്പ് ചെയ്യുന്നു? ഏത്? കുനാരിയ വില്ലേജിലെ റെസിഡൻസ് എല്ലാം കൂടി. എന്തിനാ? ഫീമെയിൽ അഡോളസൻസ് ഇഷ്യൂസിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഓഫ് ദ ഗേൾസ്, ബൈ ദ ഗേൾസ്, ഫോർ ദ ഗേൾസ് എന്നുള്ളൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വില്ലേജ് എവിടെയാണ് എന്നാണ് ചോദ്യം. ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്തിലെ കുനാരിയ വില്ലേജിലാണ് എന്തുള്ളത്? ഈ ബാലിക പഞ്ചായത്ത് ഉള്ളത്. ബാലിക പഞ്ചായത്ത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first of its kind oxygen rationing device. Okay, very important. Oxygen rationing device.
called AMLEX, അതാണ് അതിന്റെ പേര്, has been launched by which institute? IIT Ropar ആണ്. ഓക്കെ, അപ്പൊ IIT Ropar ആണ് ഓക്സിജൻ റേഷനിങ് ഡിവൈസ് ആയിട്ടുള്ള ആംലെക്സ് ലോഞ്ച് ചെയ്തത്. അപ്പൊ ആംലെക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് ആംലെക്സ്? ഓക്സിജൻ റേഷനിങ് ഡിവൈസ് ആണ് ആംലെക്സ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തതില്ല, ലോഞ്ച് ചെയ്തത് ആരാണ്? IIT Ropar ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the press attaché of India's Olympics contingent at the Tokyo Olympics game 2021? അപ്പോൾ പ്രസ് അറ്റാച്ച് ആയിട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് കോണ്ടിജന്റിന്റെ പ്രസ് അറ്റാച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. BK സിൻഹയാണ്. BK സിൻഹയാണ് ടോക്കിയോ ഒളിമ്പിക്സ് ഗെയിംസിൽ ഇന്ത്യയുടെ ഒളിമ്പിക് കോണ്ടിജന്റിന്റെ പ്രസ് അറ്റാക്ക് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ആരാണ്? BK സിൻഹ. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The DRDO recently flight tested man-portable anti-tank guided missile for its minimum range. What is the operational range of MPATGM? Okay, അപ്പൊ എന്താണ് DRDO ഒരു മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ അതിന്റെ മിനിമം റേഞ്ചിൽ ടെസ്റ്റ് ഫയർ ചെയ്തു, ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തു. അതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എത്രയാണ് എന്നാണ് ചോദ്യം. 2.5 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, അതാണ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. അതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് ആണ് 2.5 കിലോമീറ്റർ എന്നുള്ളത്. ഡീറ്റെയിൽസ് ഇവിടെ വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Vice President of India, Shri M. Venkaiah Naidu, addressed the World University Summit 2021. The summit was organized by which university? അപ്പോൾ എന്താണ്? വെങ്കയ്യ നായിഡു, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, എന്ത് അഡ്രസ് ചെയ്തു? വേൾഡ് യൂണിവേഴ്സിറ്റി സമ്മിറ്റ് 2021 അഡ്രസ് ചെയ്തു. അപ്പൊ ഈ ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്നാണ് ചോദ്യം. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ആണ്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. അപ്പൊ എന്താണ്? M. വെങ്കയ്യ നായിഡു എന്ത് അഡ്രസ് ചെയ്തു? വേൾഡ് യൂണിവേഴ്സിറ്റി സമ്മിറ്റ് അഡ്രസ് ചെയ്തു. ആ വേൾഡ് യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ആണ്. M. വെങ്കയ്യ നായിഡു ആണ് യൂണിവേഴ്സിറ്റി സമ്മിറ്റ് അഡ്രസ് ചെയ്തത് എന്നുള്ളതും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The DRDO successfully flight tested the Akash NG of Odisha coast. Akash NG. അപ്പൊ ആകാശിനെ ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തത് ആരാണ്? DRDO ആണ്. The Akash NG is which type of weapon system? Surface to air ആണ്. സർഫസ് ടു എയർ മിസൈൽ ആണ് ഇത് ആകാശ് എന്ന് പറയുന്നത്. ആകാശ് എന്ന് പറയുമ്പോൾ ആകാശം ഓർത്താൽ മതി. നമ്മൾ സർഫസിൽ നിന്ന് ആകാശത്തേക്ക് വിടുന്നതാണ് ആകാശ് എന്നുള്ളത്. അപ്പൊ ആകാശ് NG എന്താണ്? സർഫസ് ടു എയർ മിസൈൽ ആണ്. അത് ആരാണ് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്? DRDO ആണ്. ഓക്കെ, ഒഡീഷ കോസ്റ്റിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഒഡീഷ, രാജസ്ഥാൻ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് കൂടുതൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നടക്കാറുള്ളത്. ഓക്കെ, സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which city has been selected as the host city for the 2032 Summer Olympics? 2032 Summer Olympics പാരാലിമ്പിക് ഗെയിംസ് നടത്താനായിട്ട് തീരുമാനിച്ച ഹോസ്റ്റ് സിറ്റി ഏതാണ്? ബ്രിസ്ബെയിൻ ആണ്. ഓക്കെ, അപ്പൊ ബ്രിസ്ബെയിനിലാണ്, ഓസ്ട്രേലിയയിലല്ല ബ്രിസ്ബെയിൻ. ഓക്കെ, ബ്രിസ്ബെയിനിലാണ് 2032, അതായത് ഇന്ന് ഇപ്പൊ എത്രയാണ്? 2021 ആണ്. 11 വർഷം കൂടി കഴിയുമ്പോൾ ഉള്ള 2032 സമ്മർ ഒളിമ്പിക്സ് പാരാലിമ്പിക് ഗെയിംസ് നടത്താനായിട്ട് സെലക്ട് ചെയ്ത ഹോസ്റ്റ് സിറ്റി ഏതാണ്? ബ്രിസ്ബെയിൻ ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which financial institution has launched new health insurance plan called ആരോഗ്യ രക്ഷക്? ആരോഗ്യ രക്ഷക് എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ലോഞ്ച് ചെയ്ത ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദ്യം. LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഈ ഒരു എന്താ പറയുന്നത്, ആരോഗ്യ രക്ഷക് എന്നുള്ള, ആരോഗ്യ രക്ഷക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരോഗ്യ രക്ഷക് എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ലോഞ്ച് ചെയ്തത് ആരാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് ഇവിടെ വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which country will conduct military drills with Uzbekistan and Tajikistan near Afghan border? അപ്പൊ അഫ്ഗാൻ ബോർഡറിനടുത്ത് ഉസ്ബെക്കിസ്ഥാനും ടാജിക്കിസ്ഥാനുമായിട്ടൊരു മിലിറ്ററി ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യ ആണ്.
അപ്പൊ റഷ്യ വിത്ത് ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ടാജിക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനും ടാജിക്കിസ്ഥാനുമായിട്ട് അഫ്ഗാൻ ബോർഡറിൽ വെച്ചിട്ട് ഒരു മിലിറ്ററി ഡ്രില്ല് നടത്തുന്ന ആരാണ്? റഷ്യയാണ്. ഓക്കെ, so let's go to next question. Which state announced will set up panchayat secretariat in all panchayat of the state? എല്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് സെറ്റപ്പ് ചെയ്യാൻ അനൗൺസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഉത്തർപ്രദേശിലെ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. പഠിക്കുക. ഓക്കെ, ഉത്തർപ്രദേശിലെ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the deputy leader of രാജ്യസഭ? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? മുക്തർ അബ്ബാസ് നഖ്വി ആണ്. ഓക്കെ, അപ്പൊ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ, ഓർക്കുക, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? മുക്തർ അബ്ബാസ് നഖ്വി ആണ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ആരാണ് മുക്തർ അബ്ബാസ് നഖ്വി? യൂണിയൻ മിനിസ്റ്റർ ഫോർ മൈനോറിറ്റി അഫയേഴ്സ് ആണ് മുക്തർ അബ്ബാസ് നഖ്വി. അപ്പം ആരാണ്? മൈനോറിറ്റി അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ആരാണ്? മുക്തർ അബ്ബാസ് നഖ്വി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been sworn in as the Prime Minister of Haiti? ഹൈത്തിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് sworn in ആയത് ആരാണെന്നാണ് ചോദ്യം. ഏരിയൽ ഹെൻറി ആണ്. ഓക്കെ, അപ്പൊ ഏരിയൽ ഹെൻറി, പേര് ഒത്തിരിക്കോ? ഏരിയൽ ഹെൻറി, ഹെൻറി ഹെയ്ത്തി, കണക്ട് ചെയ്ത് പഠിക്കാം. ഹെൻറി ഹെയ്ത്തി. എന്ത് ഹെൻറിയാണ്? ഏരിയൽ ഹെൻറി. അപ്പൊ ഹെയ്ത്തിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ഏരിയൽ ഹെൻറി എന്നുള്ള അദ്ദേഹം. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been declared as the president of Peru? പെറുവിന്റെ പ്രസിഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് ആരാണ്? പെഡ്രോ കാസ്റ്റിലോ ആണ്. അപ്പൊ പെഡ്രോ പെറു ചേർത്ത് പഠിക്കുക. പെഡ്രോ പെറു. നേരത്തെ നമ്മൾ ഹെൻറി ഹെയ്റ്റി പറഞ്ഞ പോലെ തന്നെ പെഡ്രോ പെറു. അപ്പൊ പെഡ്രോയുടെ ഫുൾ നെയിം എന്താണ്? പെഡ്രോ കാസ്റ്റിലോ എന്നാണ്. അപ്പൊ പെറുവിന്റെ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടവരാണ് പെഡ്രോ കാസ്റ്റിലോ ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following bank has selected Paisalo Digital as its national corporate business correspondent? ഇപ്പൊ പൈസാലോ ഡിജിറ്റലിനെ നാഷണൽ കോർപ്പറേറ്റ് ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്ത ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസാലോ ഡിജിറ്റലിനെ നാഷണൽ കോർപ്പറേറ്റ് ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് ന്യൂസ് ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the author of the book titled as The Stranger in the Mirror? കണ്ണാടിയിലുള്ള അപരിചിതൻ, The Stranger in the Mirror എന്നുള്ള ഈ ബുക്ക് എഴുതിയത് ആരാണ്? രാകേഷ് ഓംപ്രകാശ് മെഹ്റയാണ്. രാകേഷ് ഓംപ്രകാശ് മെഹ്റ. അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള പേര് ഓർത്തിരിക്കുക. അപ്പൊ ഓംപ്രകാശ് എന്നുള്ള പേരാണ് നിങ്ങൾക്ക് ഓർക്കുന്നെങ്കിൽ സ്ട്രേഞ്ചർ, ഓംപ്രകാശ് അപരിചിതനായിട്ടുള്ള ഓംപ്രകാശ്, അല്ലെങ്കിൽ അപരിചിതനായിട്ടുള്ള രാകേഷ്, എന്തായാലും നിങ്ങൾക്ക് അത് സ്ട്രെസ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചേർത്ത് പഠിക്കുക. ദ സ്ട്രേഞ്ചർ ആൻഡ് ദ മിറർ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? രാകേഷ് ഓംപ്രകാശ് മെഹ്റയാണ്. രാകേഷ് ഓംപ്രകാശ് മെഹ്റയാണ്. ദ സ്ട്രേഞ്ചർ ആൻഡ് ദ മിറർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ്സ് ഫസ്റ്റ് 3D printed stainless steel bridge. Okay, 3D printed stainless steel bridge has been inaugurated in which city? Amsterdam. ആംസ്റ്റർഡാമിലാണ് എന്തുള്ളത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രിഡ്ജ് ഉള്ളത്. 3D printed സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രിഡ്ജ് ആണ്. വേൾഡ്സ് ഫസ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ 3D printed സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രിഡ്ജ് ഉള്ളത് എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാമിലാണ് വേൾഡ്സ് ഫസ്റ്റ് 3D printed സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രിഡ്ജ് ഉള്ളത്. തിരിച്ചു മറിച്ചും തന്നെ സ്ട്രെസ് ചെയ്ത് പറയുക. ഓക്കെ, നമുക്ക് അവിടെ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരണം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been assigned the additional charge of the post of chairman നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് അഡീഷണൽ ചാർജ് കൊടുത്ത വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് അരാമനെ ഗിരിധർ. അരാമനെ ഗിരിധർ. ഗിരിധർ എന്നുള്ള പേര് സ്ട്രെസ് ചെയ്യാം, അല്ലെങ്കിൽ അരാമനെ എന്നുള്ള പേര് സ്ട്രെസ് ചെയ്യാം. എന്താണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ NHAIയുടെ അഡീഷണൽ ചാർജ്, ചെയർമാന്റെ അഡീഷണൽ ചാർജ് നേടിയതാണ് ആര്? അരാമനെ ഗിരിധർ. അരാമനെ ഗിരിധർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ സെക്രട്ടറി ആണ് ആര്? അരാമനെ ഗിരിധർ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been named as the AIFF Men's Footballer of the Year of the Season 2021? ആരാണ്? സന്ദേശ് ജിങ്കൻ ആണ്. ഓക്കെ,
ഇന്ത്യൻ സെൻട്രൽ ബാക്ക് ആണ് ആര് സന്ദേശ് ജിങ്കൻ. അപ്പൊ AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മെൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണ്? സന്ദേശ് ജിങ്കൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Max Bupa Health Insurance has rebranded itself. What is the new name of the company? Niva Bupa. So Max Bupa എന്തായി? മാക്സ് മാറി എന്തായി? നിവായായി. മാക്സ് ബൂപ്പ എന്തായി? നിവ ബൂപ്പായായി. മാക്സ് ബൂപ്പ എന്തായി? നിവ ബൂപ്പായായി. റീബ്രാൻഡിംഗ് ആയിരുന്നു. ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India is one of the best performing countries in the global survey on digital and sustainable trade facilitation for 2021 with a score of 90.32%. Survey is released by which organization? United Nations. അപ്പൊ യുണൈറ്റഡ് നേഷന്റെ ഡിജിറ്റൽ ആൻഡ് സസ്റ്റൈനബിൾ ട്രേഡ് ഫെസിലിറ്റേഷൻ അതാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. ട്രേഡ് ഫെസിലിറ്റേഷനിൽ ഭയങ്കരമായ പെർഫോമൻസ് നടത്തിയ ആര്? ഇന്ത്യ. 90.32% ആണ് സ്കോർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ഗ്ലോബൽ സർവേ ആണ്, ഡിജിറ്റൽ ആൻഡ് സസ്റ്റൈനബിൾ ട്രേഡ് ഫെസിലിറ്റേഷൻ. അതിൽ ഇന്ത്യ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആ സർവേ ഏത് ഓർഗനൈസേഷൻ ആണ് റിലീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. The right answer is United Nations. So let's go to the next question. Which of these UNESCO heritage sites has been delisted by the World Heritage Committee? അപ്പൊ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ നിന്നൊന്ന് ഡീലിസ്റ്റ് ചെയ്തു. അത് ഏതാണെന്നാണ് ചോദ്യം. ലിവർപൂൾ മാരിടൈം മെർസന്റൈൽ സിറ്റി ആണ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ലിവർപൂൾ മാരിടൈം മെർസന്റൈൽ സിറ്റി. അപ്പൊ ലിവർപൂൾ മാരിടൈം മെർസന്റൈൽ സിറ്റി ആണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ നിന്നും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഡീലിസ്റ്റ് ചെയ്തത്. അപ്പൊ ലിവർപൂൾ മാരിടൈം മെർസന്റൈൽ സിറ്റി ആണ് ഡീലിസ്റ്റ് ചെയ്തത്. ഓക്കെ, so details വായിച്ചു നോക്കാം. So let's go to next question. Name the author of the book Bank with a Soul, Equitas. Bank with a Soul, ഒരു ആത്മാവുള്ള ബാങ്ക്. ആരാണ് എഴുതിയത്? CK ഗരിയാലി ആണ്. CK ഗരിയാലി. അപ്പൊ CK ഗരിയാലി ആണ് എന്ത് എഴുതിയത്? ബാങ്ക് വിത്ത് എ സോൾ ഇക്വിറ്റാസ് എന്നുള്ള ബുക്കിന്റെ ഓഥർ ആരാണ്? CK ഗരിയാലി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which football player has been awarded with AIFF Women's Footballer of the Year 2021? ബാലാദേവിയാണ്. മെൻസ് ആരായിരുന്നു? സന്ദേശ് ജിങ്കൻ ആണ്. വിമൻസ് ആരാണ്? ബാലാദേവിയാണ്. അപ്പൊ സന്ദേശ് ജിങ്കനും ബാലാദേവിയും AIFF-ന്റെ മെൻസ് ഫുട്ബോളറും ഫീമെയിൽ ഫുട്ബോളറുമാണ് ബാലാദേവിയും സന്ദേശ് ജിങ്കനും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which institute has launched a technology innovation hub, C3I Hub, to find cyber security solution for anti-drone technology? അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് C3I ഹബ് എന്നുള്ള ഒരു സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻ ടെക്നോളജി ഇന്നോവേഷൻ ഹബ്ബ് ലോഞ്ച് ചെയ്തത്? ആരാണ്? IIT കാൺപൂർ ആണ്. അപ്പൊ IIT കാൺപൂർ ആണ് C3I ഹബ്ബ് ലോഞ്ച് ചെയ്തത്. C3I ഹബ്ബ് ലോഞ്ച് ചെയ്തത് ആരാണ്? IIT കാൺപൂർ ആണ്. C3I കാൺപൂർ. അപ്പൊ 3 കാൺപൂർ ഉണ്ട് എന്ന് വല്ലതും പഠിക്കുക. അത് ഞാൻ രസകരമായിട്ട് പഠിക്കാനാണ് പറഞ്ഞത്. IITയുടെ ഒരുപാട് ന്യൂസുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് IIT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാവും. അപ്പൊ C3I ഹബ്ബ് ആരാണ് ലോഞ്ച് ചെയ്തത്? IIT കാൺപൂർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Joga Jog is a platform similar to Facebook. എന്താണ് Joga Jog? It's a platform similar to Facebook. The new platform is developed by which country? ഏത് കൺട്രി ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്? ബംഗ്ലാദേശ് ആണ്. അപ്പൊ Joga Jog എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആരാണ് ലോഞ്ച് ചെയ്തത്? ബംഗ്ലാദേശ് ആണ്. Okay, so let's go to next question. The book titled An Ordinary Life, Portrait of an Indian Generation has been authored by who? ഒരു ഓർഡിനറി ലൈഫ്, ഒരു സാധാരണ ജീവിതം ആരാണ്? അശോക് ലവാസയാണ്. അപ്പൊ അശോക് ലവാസ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു എന്ന് വല്ലതും പഠിക്കാം. അശോക് ലവാസ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. എന്താണ് ന്യൂസ്? ഒരു സാധാരണ ജീവിതം എന്നുള്ളതൊരു ബുക്കാണ്. ആൻ ഓർഡിനറി ലൈഫ് പോർട്രേറ്റ് ഓഫ് ആൻ ഇന്ത്യൻ ജനറേഷൻ. ആൻ ഓർഡിനറി ലൈഫ് പോർട്രേറ്റ് ഓഫ് ആൻ ഇന്ത്യൻ ജനറേഷൻ, അതൊരു ബുക്കാണ്. ആ ബുക്കിന്റെ ഓഥറാണ് ആര്? അശോക് ലവാസ. അപ്പൊ അശോകൻ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു എന്ന് വല്ലതും പഠിക്കുക. അശോകൻ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Saicom Mirabai Chanu has opened
India's medal tally in the ongoing Tokyo Olympics 2020 by winning a silver medal. She represents the country in which she went weightlifting. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? മിറാബായ് ചാനു. വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് പങ്കെടുത്തത്, സിൽവർ മെഡൽ നേടി എന്നുള്ളൊരു ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. So let's go to next question. Who bagged top position in the ICC Women's ODI player rankings in batting category? മിഥാലി രാജാണ്. ഓക്കെ, ICC വുമൻസ് ODI പ്ലെയർ റാങ്കിങ്ങിലെ ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്നത് മിഥാലി രാജാണ്. ഈ ODI പ്ലെയർ ഞാൻ സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞത് T20യിൽ വന്നിരിക്കുന്നത് ഷഫാലി വർമ്മയാണ്. ഓക്കെ, T20 വന്നിരിക്കുന്ന ടോപ്പ് പൊസിഷൻ ഷഫാലി വർമ്മയാണ്. ODI ആരാണ് വന്നിരിക്കുന്നത്? മിഥാലി രാജാണ്. ഓക്കെ, എന്താ വേർതിരിച്ച് തന്നെ പഠിക്കുക. So details വായിച്ചു നോക്കാം. So let's go to next question. Which of the following Indian cities have been selected by the UNESCO under Historic Urban Landscape Project? But which of the following Indian cities have been selected by the UNESCO? UNESCO selected the Indian city and then under Historic Urban Landscape Project. Urban Landscape Project, Historic Urban Landscape Project in the under UNESCO selected the Indian cities ഏതൊക്കെയാണ്? Gwalior and Orcha. Gwalior and Orcha. Gwalior and Orcha. ഈ രണ്ട് സിറ്റീസ് ആണ് യുനെസ്കോ ഹിസ്റ്റോറിക് അർബൻ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റിൽ സെലക്ട് ചെയ്ത രണ്ട് സിറ്റീസ്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. So let's go to next question. Recently, which bank has signed an MOU with IIT Guwahati? ഇതൊരു IIT ആണ്, ന്യൂസിലൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ which bank has signed an MOU with IIT Guwahati Technology Incubation Center for finding eligible startup under IND Springboard? IND Springboard. അപ്പോൾ IIT ഗുവാഹട്ടിയുമായിട്ട് ഏത് ബാങ്കാണ് ടൈപ്പിൽ വന്നത്? ഇന്ത്യൻ ബാങ്കും IIT ഗുവാഹട്ടിയുമായിട്ടാണ് ടൈപ്പിൽ വന്നത്. IND സ്പ്രിംഗ് ബോർഡ്. ഇത് ഫണ്ടിങ് എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ, ഫണ്ടിങ് എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആണ് IIT സ്പ്രിംഗ് ബോർഡ് സ്കീം എന്ന് പറയുന്നത്. അതിന് IIT ഗുവാഹട്ടിയുമായിട്ട് ടൈപ്പ് ആയത് ആരാണ്? ഇന്ത്യൻ ബാങ്ക് ആണ്. ഇന്ത്യൻ ബാങ്ക് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ IFC, the investment arm of the World Bank Group, has provided $250 million loan to which financial company for green housing? അപ്പൊ ഗ്രീൻ ഹൗസിംഗിന് വേണ്ടി $250 million വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ആമായിട്ടുള്ള ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ $250 million കൊടുത്തത് ഏത് ബാങ്കിനാണ്? HDFC ലിമിറ്റഡിനാണ്. ഓക്കെ, HDFC ലിമിറ്റഡിനാണ് $250 million വേൾഡ് ബാങ്കിന്റെ ആമായിട്ടുള്ള ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഗ്രീൻ ഹൗസിംഗിന് വേണ്ടി കൊടുത്തത്. അപ്പൊ HDFC ഗ്രീൻ ഹൗസിംഗ് പ്രൊജക്ട് ഒക്കെ തുടങ്ങാൻ പോവാണെന്ന് വേണമെങ്കിൽ പഠിക്കാം. HDFC ഗ്രീൻ ഹൗസിംഗ് അല്ലെങ്കിൽ പച്ച ബാങ്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രസകരമായിട്ടുള്ള ക്ലൂ വെച്ച് പഠിക്കാം. ഇത് ഓർത്തിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പച്ച ബാങ്ക് ഏതാണ്? HDFC ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sunseap Group, a solar energy system developer. എന്താണ്? Sunseap Group, a solar energy system developer, owner and operator in Asia, plans to build world's largest floating solar farm. നേരത്തെ ഒരു one of the world's largest floating solar panelന്റെ കാര്യം പറഞ്ഞു, സിംഗപ്പൂരിന്റെ കാര്യം പറഞ്ഞു. ഇത് തെറ്റിപ്പോരുത്. വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ ഫാം ആണ് ഇത്, അത് പാനലാണ്. ഓക്കെ, അപ്പൊ സോളാർ ഫ്ലോട്ടിംഗ് ഫാം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. പാനൽ എവിടെയാണ്? സിംഗപ്പൂരിലാണ്. അതാണ് നമ്മൾ സിംഗപ്പൂരിൽ പാനൽ ഒഴികെ നടക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് ഫാം ആണ്. ഫാം എവിടെയാണുള്ളത്? ഇന്തോനേഷ്യയിലാണുള്ളത്. അത് സൺസീപ്പ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, സൺസീപ്പ് ഗ്രൂപ്പ് ആണ് ഇത് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സൺസീപ്പ് ഗ്രൂപ്പ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. മറ്റേത് സിംഗപ്പൂരിലാണ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഉള്ളത്. ഓക്കെ, സോ വരട്ടെ തന്നെ പഠിക്കുക, ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Global agricultural firm Corteva Agriscience, okay, Corteva Agriscience has signed a 3-year project with the 2030 Water Resource Group hosted by the World Bank Group to promote sustainable rice cultivation in which state? അപ്പൊ എന്താണ്? ഗ്ലോബൽ അഗ്രികൾച്ചറൽ ഫേം ആയിട്ടുള്ള കോർട്ടേവ അഗ്രിസയൻസ് ഒരു 3 വർഷം ഡീല് 2030 വാട്ടർ റിസോഴ്സ് ഗ്രൂപ്പ്, അത് വേൾഡ് ബാങ്ക് ഹോസ്റ്റ് ചെയ്തതാണ്. ആ പ്രൊജക്റ്റുമായിട്ടൊരു 3 വർഷത്തെ ഡീല് സെറ്റ് ചെയ്തു. എന്തിനാ? ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ റൈസ് കൾട്ടിവേഷൻ. റൈസ് കൾട്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഏത് സ്റ്റേറ്റിലെ?
ഉത്തർപ്രദേശിലെ. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിലെ അരിയുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ് കോർട്ടേവ അഗ്രി സയൻസ് വേൾഡ് ബാങ്ക് ഹോസ്റ്റ് ചെയ്യുന്ന 2030 വാട്ടർ റിസോഴ്സ് ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റിൽ ഒരു 3 വർഷത്തെ ഡീല് സൈൻ ചെയ്തത് കോർട്ടേവ അഗ്രി സയൻസ് ആണ്. അത് ഉത്തർപ്രദേശിലെ റൈസ് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state government has signed an MOU with Dr. APJ Abdul Kalam Center for Policy Research and Analysis, IIM Shillong, for collaborating as a knowledge partner? അപ്പം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സെന്റർ ഫോർ പോളിസി റിസർച്ച് ആൻഡ് അനാലിസിസ് IIM ഷില്ലോങ്ങുമായിട്ട് ഒരു MOU സൈൻ ചെയ്തത് നോളജ് പാർട്ട്ണർ ആയിട്ട്? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അപ്പം APJ അബ്ദുൽ കലാം സെന്ററുമായിട്ട് അരുണാചൽ പ്രദേശ് ആണ് IIM ഷില്ലോങ്. ഓക്കെ, അപ്പം APJ അബ്ദുൽ കലാം സെന്റർ ഫോർ പോളിസി റിസർച്ച് ആൻഡ് അനാലിസിസ് IIM ഷില്ലോങ്ങുമായിട്ട് MOU സൈൻ ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, so details വായിച്ചു നോക്കാം. So let's go to next question. US Space Agency NASA has selected which company to launch its probe of Jupiter's moon Europa, which has liquid oceans that could harbor life? അപ്പൊ എന്താണ് ജൂപ്പിറ്റേഴ്സ് മൂൺ യൂറോപ്പയിലേക്ക് ഒരു പ്രോബ് ലോഞ്ച് ചെയ്യാനായിട്ട് നാസ ഏത് സ്പേസ് ഏജൻസിയാണ് സെലക്ട് ചെയ്തതെന്നാണ് ചോദ്യം. സ്പേസ് എക്സിനെയാണ്. ഓക്കെ, അപ്പോ സ്പേസ് എക്സിനെയാണ് നാസ സെലക്ട് ചെയ്തത്. എന്തിന്? ടു ലോഞ്ച് ഇറ്റ്സ് പ്രോബ് ഓഫ് ജൂപ്പിറ്റർ മൂൺ യൂറോപ്പ. അവരുടെ എന്താ പറയുന്നത്, അവരുടെ പ്രോബ് ജൂപ്പിറ്റർ യൂറോപ്പയിലോ. യൂറോപ്പയുടെ പ്രത്യേകത എന്തുവാ? അവിടെ ലിക്വിഡ് ഓഷ്യൻ ഉണ്ടെന്നാണ് പറയുന്നത്. ലൈഫിനെ ഹാർബർ ചെയ്യുന്ന ലിക്വിഡ് ഓഷ്യൻസ് ഉണ്ട് ഇവിടെ ജൂപ്പിറ്റേഴ്സ് മൂൺ ആയിട്ടുള്ള യൂറോപ്പയില്. അപ്പൊ എന്താണ് അവരുടെ ആ പ്രോബ് ലോഞ്ച് ചെയ്യാനായിട്ട് നാസ സെലക്ട് ചെയ്തത് ആരെയാണ്? സ്പേസ് എക്സിനെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kakatiya Rudreshwara Temple. Kakatiya Rudreshwara Temple is located in which state that has been inscribed by the UNESCO as Indian 39th World Heritage Site? 39ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോയുടെ 39ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത്? കക്കാട്ടിയ രുദ്രേശ്വര ടെമ്പിൾ. കക്കാട്ടിയ രുദ്രേശ്വര ടെമ്പിൾ അതെവിടെയാണുള്ളത്? തെലങ്കാനയിലാണുള്ളത്. തെലങ്കാനയിലെ ഒരു ന്യൂസ് പറഞ്ഞു, ബൊണാലു ഫെസ്റ്റിവൽ പറഞ്ഞായിരുന്നു. അപ്പൊ കക്കാട്ടിയ എവിടെയാണ്? തെലങ്കാനയിലാണ്. കക്കാട്ടിയ തെലങ്കാനയിലാണ്. അപ്പൊ കക്കാട്ടിയ രുദ്രേശ്വര ടെമ്പിൾ ആണ്. രുദ്രേശ്വര ടെമ്പിൾ അതാണ് എന്ത്? യുനെസ്കോയുടെ 39ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ. 39ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ ആണ് ഏത്? കക്കാട്ടിയ രുദ്രേശ്വര ടെമ്പിൾ. അതെവിടെയാണുള്ളത്? തെലങ്കാനയിലാണുള്ളത്. ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. So let's go to next question. Who has been appointed as the Director General of the Bureau of Civil Aviation Security? ഇപ്പോൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. നസീർ കമൽ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മലയാളികൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് 2 നടന്മാരെ അറിയാം. നസീറിനെ അറിയാം, കമൽഹാസനെ അറിയാം. അപ്പൊ ആ 2 പേര് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ്. ഓക്കെ, സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ആണ് ആര്? നസീറും കമലും. ഒരൊറ്റ പേരാണ്, പക്ഷെ നസീർ കമൽ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നസീർ കമൽ ആരാണ്? സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Recently, Union Home Minister Amit Shah has inaugurated Interstate Business Terminal at Mawiyang. In which eastern state it is located? Mawiyang എവിടെയാണ്? ഇന്റർസ്റ്റേറ്റ് ബിസിനസ് ടെർമിനൽ ഇനാഗുറേറ്റ് ചെയ്തു യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ എന്നാണ് പറഞ്ഞത്. മാവിയാങ്ങില്. അതെവിടെയാണ്? മേഘാലയയിലാണ്. അപ്പൊ മേഘാലയയിലാണ് ഇന്റർസ്റ്റേറ്റ് ബിസിനസ് ടെർമിനൽ ഇനാഗുറേറ്റ് ചെയ്തത്. ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ എവിടെയാണ്? മാവിയാങ് മേഘാലയയിലാണ് അമിത് ഷാ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പൊ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ എവിടെയാണ്? മേഘാലയയിലാണ്. Okay, so let's go to next question. Priya Malik has recently won a gold medal for India in which sport event? Priya Malik അവിടെയാണ്, റെസ്ലിംഗിലാണ്. ഓക്കെ, അപ്പോ പ്രിയ മാലിക് ഗോൾഡ് മെഡൽ ഏത് സ്പോർട്സ് ഇവന്റിലാണ് നേടിയത്? റെസ്ലിംഗിലാണ് നേടിയത്. റെസ്ലിംഗിലാണ് പ്രിയ മാലിക്
റെസ്ലിംഗിലാണ്. പ്രിയ നല്ല റെസ്ലറാണ് എന്ന് വേണമെങ്കിൽ പഠിക്കാം. പ്രിയ മാലിക് റെസ്ലിംഗിലാണ് ഗോൾഡ് മെഡൽ നേടിയത്. ഓക്കെ, so let's go to next question. Shiv Nadar has stepped down as the managing director of which company? Shiva Nadar, HCL ന്റെ ആണ്. ഓക്കെ, HCL ന്റെ ശിവ നാടാർ, മാനേജിംഗ് ഡയറക്ടർ ശിവ നാടാർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തു എന്നുള്ള രീതിയിലാണ്. മാനേജിംഗ് ഡയറക്ടർ പൊസിഷനിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ശിവ നാടാർ ഏത് കമ്പനിയുടെയാണ്? HCL ന്റെ ആണ്. ഓക്കെ, so let's go to next question. Which country has become the first in the world to get approval for the commercial production of genetically modified golden rice? അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഗോൾഡൻ റൈസിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ അപ്രൂവൽ കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, അപ്പൊ ഗോൾഡൻ റൈസിന് എവിടെ ചെന്നാൽ കിട്ടും? ഫിലിപ്പീൻസിൽ കിട്ടും. ഫിലിപ്പീൻസിൽ അപ്പം സ്വർണത്തിന്റെ അരി കിട്ടും. ഓക്കെ, ഫിലിപ്പീൻസിൽ സ്വർണത്തിന്റെ അരി കിട്ടും. ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഗോൾഡൻ റൈസിന്റെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഏത്? ഫിലിപ്പീൻസ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. So let's go to next question. The historic Paseo del Prado Boulevard and Retro Park are among the newly inducted UNESCO World Heritage Sites for 2021. World Heritage Site ന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. Paseo del Prado Boulevard and Retro Park. ഇത് രണ്ടുമാണ് എന്ത്? ന്യൂലി ഇൻഡക്റ്റഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. They are located in which city? എവിടെയാണെന്നാണ് ചോദ്യം. മാഡ്രിഡിലാണ്. ഓക്കെ, അപ്പൊ മാഡ്രിഡിലാണ് എന്ത്? പാസോ ഡെൽ പ്രാഡോയും റെട്രോ പാർക്കും രണ്ട് സിറ്റീസ് ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിൽ ഇൻഡക്ട് ചെയ്ത രണ്ട് സിറ്റീസ് ആയിട്ടുള്ള പാസോ ഡെൽ പ്രാഡോയും റെട്രോ പാർക്കും എവിടെയാണുള്ളത്? മാഡ്രിഡിലാണുള്ളത്. ഓക്കെ, so let's go to next question. Which special economic zone of India has awarded with IGBC platinum rating and its first green cess to achieve IGBC Green Cities Platinum rating for existing city? Kandla Special Economic Zone ആണ്. Kandla Special Economic Zone. Kandla Special Economic Zone ആണ് എന്ത് കിട്ടിയത്? IGBC Platinum rating. First Green Cess award കിട്ടിയത് ആർക്കാണ്? Kandla Special Economic Zone-നാണ്. Okay, so details വായിച്ചു നോക്കാം. So let's go to next question. In collaboration with which IIT the government has decided to set up National Center of Excellence for Animation, Visual Effect, Gaming and Comics for creating a world-class talent pool in India to cater to the Indian as well as global industry? അപ്പം ഏത് IIT-യുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു നാഷണൽ സെന്റർ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ ആനിമേഷൻ, വിഷ്വൽ എഫക്ട്, ഗെയിമിംഗ്, കോമിക്സ്, അതേപോലെ വേൾഡ് ടാലന്റ് പൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IIT-യുമായിട്ട് ഏത് IIT-യുമായിട്ടാണ് ഗവൺമെന്റ് ടൈപ്പ് ചെയ്തത്? IIT ബോംബെയുമായിട്ടാണ്. സെലക്ട് ചെയ്ത് പഠിക്കാൻ, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. IIT ബോംബെയുമായിട്ട് ഗവൺമെന്റ് ഒരു ഡീല് നടത്തി. എന്തിനാണ്? ഈ പറഞ്ഞോട്ട് ഇന്ത്യയിലെ ആനിമേഷൻ, വിഷ്വൽ എഫക്ട്, ഗെയിമിംഗ്, കോമിക്സ് ഇതിനൊക്കെ ഒരു വേൾഡ് ടാലന്റ് പൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് IIT ബോംബെയും ഗവൺമെന്റുമായിട്ട് ടൈപ്പ് നടത്തി എന്ന് പഠിക്കുക. ഓക്കെ, സോ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the new Chief Minister of Karnataka who has replaced BS Yediyurappa. അപ്പൊ പുതിയ ചീഫ് മിനിസ്റ്റർ, കർണാടകയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണ്? ബസവരാജ് എസ് ബൊമ്മായി. അദ്ദേഹമാണ് കർണാടകയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ. യെദ്യൂരപ്പയെ റീപ്ലേസ് ചെയ്തുള്ള പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണ്? ബസവരാജ് എസ് ബൊമ്മായി, കർണാടകയുടെ പുതിയ CM. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dholavira is the newest Indian site. Dholavira is the newest Indian site to be inscribed on the UNESCO's World Heritage List. Where is Dholavira located? Dholavira എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, Dholavira എവിടെയാണ്? ഗുജറാത്തിലാണ്. അതെന്താണ്? പുതിയ ഇന്ത്യൻ സൈറ്റ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന പുതിയ ഇന്ത്യൻ സൈറ്റ് ആണ് എന്ത്? ധോലാവിറ. ധോലാവിറ എവിടെയാണുള്ളത്? ഗുജറാത്തിലാണ്. ധോലാവിറ ഗുജറാത്ത്. നേരത്തെ കക്കാട്ടിയ പറഞ്ഞായിരുന്നു, തെലങ്കാന. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The foundation stone of the first ever bamboo industrial park of the Northeast has been laid in which state? ആസാമിലാണ്. അപ്പൊ ആസാമിലാണ് ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക്. ഓക്കെ,
ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലെഡ് ചെയ്തു എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റേണിലുള്ള ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണുള്ളത്? ആസാമിലാണുള്ളത്. ഓക്കെ, ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Greater Sohara Water Supply Scheme. Greater Sohara Water Supply Scheme has recently been inaugurated by Home Minister Amit Shah in which state? Meghalayayilana. Okay. Greater Sohara Water Supply. Greater Sohara Water Supply എവിടെയാണ്? മേഘാലയയിലാണ്. Greater Sohara Water Supply മേഘാലയയിലാണ്. Okay, details വായിച്ചു നോക്കാം. So let's go to next question. Indra 2021 is a joint military exercise between India and which country? റഷ്യ. അപ്പൊ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ആണ് എന്ത്? ഇന്ദ്ര. ഓക്കെ, ഇന്ത്യയും റഷ്യയും INDRA എന്ന് പഠിക്കാം. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള മിലിറ്ററി എക്സസൈസ് ആണ് ഇന്ദ്ര. അതിന്റെ 2021 എഡിഷന്റെ കാര്യമാണ് ന്യൂസിലുണ്ടായിരുന്നത്. വായിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുട്ടോ ഹൊറിഗോം ബിലോങ്സ് ടു വിച്ച് കൺട്രി? എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഹു വാസ് വൺ the first ever skateboarding gold medal at Tokyo Olympics? First ever skateboarding gold medal. Skateboarding gold medal Tokyo Olympics le skateboarding gold medal നേടിയ യൂട്ടോ ഹൊറിഗോം ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദ്യം. ജപ്പാൻ ആണ്. ഓക്കെ, യൂട്ടോ ഹൊറിഗോം. ഇതിൽ ഏത് പേര് വേണേലും സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ജപ്പാനിലെ യൂട്ടോ അല്ലെങ്കിൽ ജപ്പാനിലെ ഹൊറിഗോം സ്കേറ്റ് ബോർഡിംഗില് ഗോൾഡ് മെഡൽ നേടിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who became the first woman? Who became the first woman to ever win a gold medal at the Olympics Women Surf Champions? Women Surf Champion. അപ്പൊ അതില് first woman to ever win the gold medal. Who became the first woman ever win the gold medal at the Olympics Women Surf Champion? ആരാണ്? കാരിസ മൂർ ആണ്. ഓക്കെ, കാരിസ മൂർ ആണ് ഫസ്റ്റ് വുമൺ ടു എവർ വിൻ എ ഗോൾഡ് മെഡൽ അറ്റ് ദ ഒളിമ്പിക്സ് വുമൺ സർഫ് ചാമ്പ്യൻ. വുമൺ സർഫ് ചാമ്പ്യൻ അതാരാണ്? കാരിസ മൂർ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുഎസിൽ നിന്നുള്ള ആളാണ് കാരിസ മൂർ. അതോടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. സോ 100 ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്തു. 100 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. സ്ട്രെസ് ചെയ്ത് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.